ആയുധങ്ങളില്ല, കവചമില്ല, മനോഹരമായ അശ്വങ്ങളെ പൂട്ടിയ തൻ്റെ രഥവുമില്ല. നിരായുധനായ ആ യോദ്ധാവ് വെറും കൈയോടെ യുദ്ധഭൂമിയിൽ നിലകൊണ്ടു. എതിർപക്ഷത്ത് വൈകർത്തനൻ കർണൻ, ദ്രോണർ, ദ്രോണപുത്രൻ അശ്വത്ഥമാവ്, കൃപർ. എങ്കിലും ആ യോദ്ധാവ് ഒരു തരി ഭയം പോലും പ്രകടിപ്പിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അർജുനൻ എന്നായിരുന്നു. ശിരകളിൽ ഓടിയിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രക്തമായിരുന്നു. ശത്രുപക്ഷത്തിൻ്റെ നിഷ്ഠൂരാസ്ത്രങ്ങൾ തൻ്റെ നേരെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. പ്രതിരോധിക്കാനായി അവസാനം അദ്ദേഹം അതെടുത്തുയർത്തി, ഒരു രഥചക്രം. ഒരു നിലാവുള്ള രാത്രി അർജുനൻ തൻ്റെ പത്നി സുഭദ്രയോടൊപ്പം വിശ്രമിക്കുകയായിരുന്നു. ഈ വേളയിൽ അർജുനൻ ആയുധതന്ത്രങ്ങളെപ്പറ്റിയും യുദ്ധമുറകളെപ്പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ എപ്പോഴോ സുഭദ്ര അറിയാതെ ഉറങ്ങിപ്പോയി. സമീപത്തുണ്ടായിരുന്ന കൃഷ്ണൻ ഇത് ശ്രദ്ധിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ അർജുനൻ അത് മുഴുവനാക്കാതെ നിർത്തി. നാലാമതൊരാൾ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അവൻ ഇതുവരെയും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ ഗർഭസ്ഥ ശിശു ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ പഠിച്ചു. പക്ഷേ തിരിച്ചു വരാൻ അഭിമന്യുവിൻ്റെ കാതുകളിൽ ആദ്യം പതിച്ച ശബ്ദം യുദ്ധം. അവസാനം അവൻ നേരിട്ട സത്യവും അതുതന്നെ. വിധിയോ ശാപമോ അല്ലായിരുന്നു അത്, മറിച്ച് ഒരു കർത്തവ്യമായിരുന്നു. അർജുനപുത്രൻ കൃത്യമായി നിറവേറ്റിയ ഒരു കർത്തവ്യം. യുദ്ധത്തിൻ്റെ 13-ാം ദിവസം കുരുക്ഷേത്ര ഭൂമിയിൽ അനിശ്ചിതത്വം തുടർന്നു. ശത്രുപക്ഷത്തെ സൈന്യം ഇളകി മറിഞ്ഞു. അത് സ്ഥിരതയില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ചലനത്തിന് ഒരു താളമുണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ സൈന്യം കുഴയുന്നതല്ലായിരുന്നു, കെട്ടിപ്പടുക്കുന്നതായിരുന്നു. ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ ഒരാൾ, ഒരു ചതുരംഗം കളി പോലെ അയാൾ ആലോചിച്ചത് തന്നെ അയാൾ ആവിഷ്കരിച്ചു. താൻ മാത്രം മനസ്സിലാക്കുന്ന ഒരായുധം അവർക്ക് മുന്നിൽ നിർമ്മിക്കപ്പെടുകയായിരുന്നു. അതാണ് ആചാര്യൻ ദ്രോണൻ്റെ ചക്രവ്യൂഹം. ഈ വേളയിൽ കൃഷ്ണസമേതം അർജുനൻ യുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിരുന്നു. മഹാഭാരത ചരിത്രത്തിൽ തന്നെ ചക്രവ്യൂഹം ചമയ്ക്കാനും തകർക്കാനും അറിയുന്നത് വളരെ ചുരുക്കം പേർക്ക്. അവരാരും ഇന്നവിടെ ഉണ്ടായിരുന്നില്ല. പാണ്ഡവപക്ഷം നിശബ്ദമായി. ഇനിയുള്ള യുദ്ധത്തിന് വ്യൂഹം തകർക്കേണ്ടത് അനിവാര്യമായിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട്, ഞാൻ തകർക്കാം. ചക്രവ്യൂഹത്തിൽ കയറാൻ ഒരാൾ വേണമെങ്കിൽ അത് ഞാനായിരിക്കും. ആ ശബ്ദം ഒരു കുമാരൻ്റേതായിരുന്നു. കേവലം ഏതെങ്കിലും ഒരു കുമാരൻ്റേതല്ല, അർജുനപുത്രൻ്റേത്, അഭിമന്യുവിൻ്റേത്. എന്നാൽ എങ്ങനെ പുറത്തിറങ്ങും എന്ന മറുചോദ്യത്തിന് അയാളുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ പാണ്ഡവ സഹോദരങ്ങൾ തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് നൽകി. അഭിമന്യു ശത്രുപക്ഷത്തെ യോദ്ധാക്കളെ വകവയ്ക്കാതെ ചക്രവ്യൂഹം പിളർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങി. എങ്കിലും പിറകെയുണ്ടാകും എന്ന് പറഞ്ഞ പാണ്ഡവർക്ക് അത് സാധിച്ചില്ല. അവർ 4 പേരെയും ജയദ്രഥൻ ഒറ്റയ്ക്ക് തടഞ്ഞു. മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും മികച്ച സാഹചര്യങ്ങളിൽ ഒന്നിലാണ് അഭിമന്യു പിറന്നത്. എങ്കിലും ഈ സൗഭാഗ്യം അധികകാലം നീണ്ടുനിന്നില്ല. പിതാവായി പാണ്ഡവരിലെ ധീരനും ധനുർധാരിയുമായ അർജുനൻ, മാതാവ് യാദവ വംശത്തിലെ കൃഷ്ണ ബലരാമന്മാരുടെ സഹോദരി സുഭദ്ര, മാതുലനായി ത്രിലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. തൻ്റെ പ്രഥമ ഗുരു പിതാവ് തന്നെയായിരുന്നു. അർജുനനിൽ നിന്ന് ആ പുത്രൻ ആയുധതന്ത്രങ്ങളും യുദ്ധമുറകളും അഭ്യസിച്ചു, സർവോപരി ധാർമ്മികതയും. ഈ സമയത്താണ് ചൂതുകളിയിൽ ചതിക്കപ്പെട്ട് പാണ്ഡവർ വനവാസത്തിനിറങ്ങിയത്. തുടർന്ന് അഭിമന്യു വളർന്നത് തൻ്റെ മാതൃകുടുംബത്തോടൊപ്പമാണ്. ശ്രീകൃഷ്ണ ബലരാമന്മാരിൽ നിന്നും വിദ്യ അഭ്യസിച്ച ആ യുവയോദ്ധാവിൻ്റെ ശരിയായ ഗുരു പ്രദ്യുമ്നനായിരുന്നു.
വനവാസത്തിൻ്റെ അവസാന വർഷം പാണ്ഡവർ വേഷപ്രച്ഛന്നരായി മത്സ്യരാജ്യത്ത് താമസിച്ചിരുന്നു. അവിടെ വെച്ച് അർജുനൻ കണ്ട യുവതിയാണ് ഉത്തര. പിന്നീട് അവളെ തൻ്റെ മകനാൽ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഈ വിവാഹബന്ധം ഭാവി കാലത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിരുന്നു. കാരണം യുദ്ധമാണല്ലോ വരാൻ പോകുന്നത്. വർഷങ്ങൾക്കു ശേഷം അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. അച്ഛൻ്റെ മുഖത്ത് ആ പഴയ ചിരിയില്ല, പക്ഷേ എല്ലാം ആ കണ്ണുകളിലുണ്ടായിരുന്നു. ആ രാത്രി അഭിമന്യുവിന് ഒരു കാര്യം മനസ്സിലായി. താൻ ഇനി ഒരു സാധാരണ കുമാരനല്ല, തൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയും പിതാവിൻ്റെ പിന്തുടർച്ചക്കാരനുമാണ്. രാജ്യത്തിൻ്റെ അവസ്ഥ പതിയെ സമാധാനത്തിൽ നിന്ന് മാറി യുദ്ധഭീതിയിലേക്ക് നയിച്ചു. പിതാവും കൃഷ്ണനും ഉൾപ്പെടുന്ന സംഘം രാവും പകലും ചർച്ചയിലാണ്. തന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. തിരിച്ചെത്തിയ പിതാവുമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച യുവകുമാരനെ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു: യുദ്ധം. യുദ്ധത്തിൻ്റെ ആരംഭനാൾ തൊട്ടു തന്നെ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന അഭിമന്യു കൗരവ സേനാധിപനായ ഭീഷ്മരുടെ കൊടി മുറിച്ചിട്ടുകൊണ്ടാണ് തൻ്റെ വരവറിയിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭീഷ്മരടങ്ങുന്ന നിരവധി യോദ്ധാക്കളോട് അദ്ദേഹം ശക്തമായി തന്നെ പൊരുതി. അങ്ങനെ യുദ്ധത്തിൻ്റെ 13-ാം ദിവസം അർജുനൻ കൃഷ്ണസമേതം മറ്റൊരു ദിശയിലേക്ക് പോയി. കൗരവപക്ഷം തയ്യാറെടുപ്പിലാണ്. എന്തോ വലുതു വരാനിരിക്കുന്നു. ദ്രോണർ ചക്രവ്യൂഹം ചമയ്ക്കാനായി തിരഞ്ഞെടുത്തത് വളരെ ശക്തരായ രാജാക്കന്മാരെ മാത്രമായിരുന്നു. കടും ചുവപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച അവർ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ മഹാവ്യൂഹത്തിൻ്റെ ഭാഗമായി മാറി. വ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ അതിശക്തരായ യോദ്ധാക്കളെയായിരുന്നു ദ്രോണർ നിലയുറപ്പിച്ചിരുന്നത്. മുൻനിരയിൽ തന്നെ ദുര്യോധനപുത്രനായ മഹാരഥൻ ലക്ഷ്മണകുമാരൻ, കർണൻ, ദുശാസനൻ, കൃപർ എന്നിവരാൽ ചുറ്റപ്പെട്ട് മധ്യഭാഗത്ത് ദുര്യോധനൻ. വ്യൂഹത്തിൻ്റെ പടത്തലവനായി ദ്രോണാചാര്യരും കൂടെ അശ്വത്ഥമാവ്, ശല്യർ, ജയദ്രഥൻ, ശകുനി തുടങ്ങിയവരും നിലയുറപ്പിച്ചു. എങ്കിലും ഇതൊന്നും അർജുനപുത്രന് ഒരു വെല്ലുവിളിയായിരുന്നില്ല. അടുത്ത നിമിഷം കണ്ട കാഴ്ച കൗരവപക്ഷത്തെ ഒന്നാകെ നടുക്കി. പാണ്ഡവപക്ഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ യോദ്ധാവ് വ്യൂഹത്തെ ലക്ഷ്യമാക്കി ഒരു വേട്ടമൃഗത്തെ പോലെ ഇരച്ചു കയറുകയാണ്. ദ്രോണർ നോക്കി നിൽക്കെ ആ കുമാരൻ വ്യൂഹത്തെ പിളർന്നു. അയാൾ വന്ന വഴി വ്യക്തമായി കാണാമായിരുന്നു. കാരണം അവിടെ മറ്റൊന്നും ശേഷിച്ചിരുന്നില്ല. കയറി വന്ന വഴിയുള്ള മുഴുവൻ യോദ്ധാക്കളെയും നശിപ്പിച്ചുകൊണ്ടാണ് അഭിമന്യു മുന്നേറിയത്. തീയിൽപ്പെട്ട പ്രാണിയെപ്പോലെ ഓരോ യോദ്ധാക്കളും അഭിമന്യുവിന് മുന്നിൽ നിസ്സഹായരായി. വ്യൂഹം തകരാൻ തുടങ്ങി. പല രാജാക്കന്മാർ പല ദിശയിലേക്ക് പിൻവലിഞ്ഞു. അവസാനം ദുര്യോധനൻ തന്നെ വന്ന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൗരവപക്ഷത്തെ വലിയ യോദ്ധാക്കളെയൊക്കെ ശക്തമായി പ്രതിരോധിച്ച അഭിമന്യു ഒരവസരത്തിൽ സാക്ഷാൽ കർണനെ പോലും മുറിവേൽപ്പിക്കുകയുണ്ടായി. ഇത് കൗരവരെ ഒന്നാകെ ഭയപ്പെടുത്തി. കാരണം മറുപക്ഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ യോദ്ധാവിൻ്റെ ചെയ്തികളാണ് അവരിപ്പോൾ കണ്ടത്. അതിലുപരി അവരെ ഭയപ്പെടുത്തിയത് യുദ്ധം വിജയിക്കണമെങ്കിൽ ഈ അഭിമന്യുവിൻ്റെ പിതാവിനെ കൂടി നേരിടണം എന്ന സത്യമാണ്. തുടർന്ന് അഭിമന്യു ദുശാസനനെ പരാജയപ്പെടുത്തുകയും ദുര്യോധനപുത്രൻ ലക്ഷ്മണകുമാരനെ വധിച്ചു കളയുകയും ചെയ്തു. വ്യൂഹം പകുതിയിലധികം തകർന്നിരുന്നു. ഒരൊറ്റ യോദ്ധാവ് കാരണം യുദ്ധം പരാജയത്തിൻ്റെ വക്കിലെത്തി. അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കിയത്. അവരല്ലായിരുന്നു വേട്ടയാടുന്നത്, അവരെയായിരുന്നു. സന്ദർഭം കൂടുതൽ വഷളാക്കിക്കൊണ്ട് പാണ്ഡവർ കൂടി വ്യൂഹത്തിലേക്ക് കയറി വന്നു. പക്ഷേ അതിനായി അവർക്ക് ഒരാളെ കൂടി മറികടക്കേണ്ടിയിരുന്നു: സിന്ധുരാജൻ ജയദ്രഥനെ. ആയിരം ഗജങ്ങളുടെ ശക്തിയുള്ള ഭീമൻ, ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ അവർ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അന്നാ ദിവസം ജയദ്രഥനെ മറികടക്കാൻ പറ്റാത്ത ഒരു മതില് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ജയദ്രഥൻ്റെ അസാമാന്യ പോരാട്ടവീര്യം കണ്ട് ധൈര്യം വീണ്ടെടുത്ത കൗരവർ വ്യൂഹത്തിലെ വിടവുകൾ അടച്ചുകൊണ്ട് വ്യൂഹം പുനർനിർമ്മിച്ചു.
ആ ഭയാനകമായ വ്യൂഹത്തിനുള്ളിൽ അഭിമന്യുവിൻ്റെ രക്തം ചീന്തിയ നിമിഷം മുതൽ ഇരുപക്ഷത്തിൻ്റെയും വിധി മാറിമറിഞ്ഞു. അതുവരെ നീതിക്കായി പൊരുതിയ പാണ്ഡവരും വിജയത്തിനു മാത്രമായി പൊരുതിയ കൗരവരും യുദ്ധത്തിൻ്റെ മറ്റൊരു പക്ഷത്തിലായി, അധർമ്മപക്ഷത്തിൽ. യുദ്ധനീതിയുടെ എല്ലാ അലിഖിത നിയമങ്ങളും ലംഘിക്കപ്പെട്ടിരുന്നു. ഒന്നിനെതിരെ 6 മഹാരഥന്മാരാണ് അന്ന് പൊരുതിയത്. അഭിമന്യുവിൻ്റെ ആയുധങ്ങളും തേരും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒന്നും മുഖാമുഖം പോരാടിയായിരുന്നില്ല, മറഞ്ഞു നിന്നും പിന്നിൽ നിന്നുമൊക്കെയായിരുന്നു. ദ്രോണർ, കൃപ, കർണൻ, അശ്വത്ഥമാവ്, ബൃഹദരൻ, കൃതവർമാവ് എന്നിവരടങ്ങുന്ന 6 മഹാരഥന്മാർ അർജുനപുത്രനെ വളഞ്ഞു. അത്രയും ശക്തിയും യുദ്ധപരിചയവുമുള്ള 6 യോദ്ധാക്കളെ അഭിമന്യു ഏകനായി നിന്ന് പൊരുതി. അവരുടെ കൺമുന്നിൽ വെച്ച് ബൃഹദ്ബലയെ വധിച്ചു കളയുകയും ചെയ്തു. യുദ്ധനീതികളൊന്നും പാലിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയ അഭിമന്യു അത്യന്തം ദേഷ്യത്തോടെ മുന്നിൽ വരുന്നവരെയൊക്കെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് കൗരവർ കണ്ടത് അഭിമന്യുവിൻ്റെ യമതാണ്ഡവമായിരുന്നു. അഭിമന്യുവിൻ്റെ വീര്യം കണ്ട് സാക്ഷാൽ അർജുനനെ തന്നെയാണ് തനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടുനിന്ന ദ്രോണരുടെ പക്കൽ നിന്ന് ഈ പ്രശ്നത്തിനുള്ള പ്രതിവിധി കർണൻ കണ്ടെത്തി. അഭിമന്യുവിൻ്റെ ഞാൻ മുറിക്കുക. അങ്ങനെ തന്ത്രപരമായി കർണൻ ഞാൻ മുറിക്കുകയും മറ്റുള്ളവർ ചേർന്ന് തേരും തേരാളിയും നശിപ്പിക്കുകയും ചെയ്തു. ഒട്ടും പരിഭ്രമിക്കാതെ അഭിമന്യു വാളും പരിചയമായി കുതിച്ചു ചാടി. കർണനും ദ്രോണരും കൂടി ആ വാളും പരിചയം കൂടി നശിപ്പിച്ചു കളഞ്ഞു. നിരായുധനായി കുരുക്ഷേത്ര മധ്യത്തിൽ നിന്ന അർജുനപുത്രന് നേരെ അവർ ശരവർഷം അയച്ചു. അപ്പോൾ അദ്ദേഹം സമീപത്തുണ്ടായിരുന്ന ഒരു രഥചക്രം എടുത്തുയർത്തി ദ്രോണരെ ലക്ഷ്യമാക്കി കുതിച്ചു. രക്തം വാർന്ന ശരീരവുമായി അയാൾ കുതിച്ചപ്പോൾ അതൊരു ദൈവിക നിമിഷമായി അനുഭവപ്പെട്ടു. അവസാനം ആ ചക്രം കൂടി തകർന്നപ്പോൾ അദ്ദേഹം ഒരു ഗദയെടുത്തു പൊരുതി. തുടർന്ന് ഉയർത്തിപ്പിടിച്ച ഗദയുമായി പോയി അശ്വത്ഥമാവിൻ്റെ രഥം തകർത്ത് കളഞ്ഞു. ഈ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരമൊട്ടാകെ അസ്ത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. ഈ വേളയിൽ ദുശാസനപുത്രൻ വന്ന് അഭിമന്യുവിനെ ആക്രമിച്ചു. അവരുടെ ഗദയുരച്ചിയ ശബ്ദം ത്രിലോകങ്ങളിലും പ്രതിധ്വനിച്ചു. ആ ശക്തമായ കൂട്ടിയിടിയിൽ അവർ ഇരുവരും 2 ദിശയിലേക്കായി തെറിച്ചു വീണു. ആ ആഘാതത്തിൽ നിന്ന് വളരെ പാടുപെട്ടാണ് അഭിമന്യു എഴുന്നേറ്റത്. രക്തം വാർന്നൊലിച്ച ശരീരവും ശക്തി ക്ഷയിച്ച കാലുകളുമായി അയാൾ എഴുന്നേറ്റ വേളയിൽ തന്നെ ദുശാസനപുത്രൻ്റെ ശക്തമായ കുത്തിപ്രഹരം അയാളുടെ ശിരസിലേറ്റു. പതിയെ ആ യോദ്ധാവ് മരണത്തിന് കീഴടങ്ങി. പാണ്ഡവരിൽ നിന്നകന്ന് മറ്റെവിടെയോ വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുനൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി. ക്ഷീണമോ ഭയമോ അല്ലാത്ത മറ്റെന്തോ ഒന്ന് അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു. തൻ്റെ വിറക്കുന്ന കരങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഗാണ്ഡീവം വീണ്ടും ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വല്ലാത്തൊരു ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമെന്നോണം അയാൾ തൻ്റെ സാരഥിയെ നോക്കി. കേവല ദൃഷ്ടി കൊണ്ട് പ്രപഞ്ച സന്തുലിതാവസ്ഥ വരെ നിയന്ത്രിക്കുന്ന കൃഷ്ണൻ്റെ കണ്ണുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് അടഞ്ഞിരുന്നു. മറുവശത്ത് അഭിമന്യുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയിലാണ് മറ്റ് പാണ്ഡവർ. താൻ കാരണമാണ് അഭിമന്യു ഉള്ളിലേക്ക് പോയതെന്നും ആ കുമാരൻ്റെ മരണത്തിന് വരെ താനാണ് കാരണമെന്നും ധർമ്മപുത്രൻ ഉറച്ചു വിശ്വസിച്ചു. പിന്നിലുണ്ടാവും എന്ന വാക്ക് പാലിക്കാൻ പറ്റാത്തതിൽ ഭീമനും നകുല സഹദേവനും ഭയവും വിഷമവും കാരണം വിറച്ചു. അവർക്കറിയാം അഭിമന്യു ഇനി തിരിച്ചു വരില്ലെന്ന്. പക്ഷേ അവർ അത് വിശ്വസിക്കാൻ വിസമ്മതിച്ചു. വാക്ക് പാലിക്കാതെ അയോഗ്യരായ അവർ യുദ്ധഭൂമിയിൽ മൗനമായി നിലകൊണ്ടു. യുദ്ധഭൂമിയിൽ നിന്ന് വളരെ അകലെ ആ യോദ്ധാവിൻ്റെ തിരിച്ചുവരവിനായി 2 പേർ കൂടി മൗനമായി കാത്തു. പത്നി ഉത്തരയും ഗർഭസ്ഥ ശിശുവും. പക്ഷെ അവരറിയുന്നില്ല അയാൾ നേരിടുന്ന സന്ദർഭവും അനുഭവിക്കുന്ന അവസ്ഥയും. തൻ്റെ കുഞ്ഞ് ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇവിടം ത്യജിച്ചു, മൗനമായി. ആ ശാന്തമുഖമായ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് കൗരവപക്ഷത്തെ അസംഖ്യം രാജാക്കന്മാരുടെ ആർപ്പുശബ്ദം മുഴങ്ങിക്കേട്ടു. എങ്കിലും ദ്രോണറടങ്ങുന്ന ചുരുക്കം ചില യോദ്ധാക്കൾ മൗനരായിരുന്നു. അവർ അവരുടെ ചെറിയ വിജയത്തിൽ സന്തോഷിച്ചില്ല, മറിച്ച് ചെയ്തുപോയ അധർമ്മത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയുകയാണ് ചെയ്തത്. അവരുടെ ഈ ആഹ്ലാദം അധികം നീണ്ടുനിന്നില്ല. ദേവന്മാർക്ക് പോലും അപ്രാപ്തമായ ഭഗവാൻ കൃഷ്ണനടങ്ങുന്ന പാണ്ഡവ സംഘത്തെ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം തീർക്കുന്നതിൽ നിന്ന് പിടിച്ചു വച്ചിരുന്നത് ഒന്നായിരുന്നു: ധർമ്മം.
അതാണ് അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നത്. അന്നേ ദിവസത്തെ ശ്രമകരമായ യുദ്ധം പൂർത്തിയാക്കി ക്ഷീണിതനായ അർജുനൻ കൃഷ്ണസമേതം തിരിച്ചെത്തി. പതിവിൽ നിന്ന് വിപരീതമായി അന്ന് ആരും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറായില്ല. എല്ലാവരും തലകുനിച്ചു നിന്നു. അവരുടെ ആ സങ്കേതത്തിൽ സംഗീതമോ യോദ്ധാക്കളുടെ സംഭാഷണമോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. വെറും മൂകത. ഇന്ന് ചക്രവ്യൂഹം ചമക്കപ്പെട്ടിരുന്നു എന്ന് അയാൾ അറിഞ്ഞിരുന്നു. എന്നും കാണുന്ന അഭിമന്യുവിനെ ഇന്ന് കാണാനുമില്ല. തുടർന്ന് സംഭവിച്ച കാര്യങ്ങൾ അയാൾക്ക് ഊഹിക്കാനാവുന്നതായിരുന്നു. ശാന്തസമുദ്രം പോലെ തണുത്ത കൃഷ്ണൻ്റെ കണ്ണുകൾ കൂടി കണ്ടപ്പോൾ ആ പിതാവ് സ്വബോധം ക്ഷയിച്ച് നിലത്ത് പതിച്ചു. ബോധം വീണ്ടെടുത്ത അർജുനനെ ധർമ്മപുത്രൻ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. അയാൾ നിശ്ചലനായിരുന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ പല നല്ല ഓർമ്മകൾ പിന്നിമറഞ്ഞു. പേശികളിൽ ഒന്നാകെ ബലക്ഷയം അനുഭവപ്പെട്ട അയാൾ കുറേ നേരത്തേക്ക് തറയിൽ തളർന്നിരുന്നു. ആരും ഒന്നും പറയാൻ മുതിർന്നില്ല. പതിയെ സങ്കടം ദേഷ്യമായി, ദേഷ്യം പകയായി. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ ഞാൻ കൊല്ലും. അതിപ്പോൾ ദ്രോണരെതിരെ വന്നു നിന്നാൽ പോലും. ശേഷം അർജുനൻ ഗാന്ഡീവമെടുത്തുയർത്തി. അപ്പോൾ കൃഷ്ണൻ അർജുന പ്രതിജ്ഞ നാനാ ദിക്കുകളിലും പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ശക്തമായി പാഞ്ചജന്യം മുഴക്കി. അത് വെറുമൊരു പ്രതിജ്ഞയായിരുന്നില്ല. പുത്രനഷ്ടത്താൽ ദുഃഖമനുഭവിക്കുന്ന ഒരു പിതാവിൻ്റെയും മാതുലൻ്റെയും പ്രഖ്യാപനമായിരുന്നു. എല്ലാം അറിയുന്ന കൃഷ്ണൻ അഭിമന്യുവധം എന്തുകൊണ്ട് തടഞ്ഞില്ല? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല. 13-ാം ദിനം യുദ്ധം അവസാനിച്ചപ്പോൾ അവിടെ അഭിമന്യുവധം പോലെ തന്നെ പ്രധാനമായ മറ്റൊന്നു കൂടി സംഭവിച്ചിരുന്നു. പരിശുദ്ധ യുദ്ധനീതിയുടെ ലംഘനം. ഒന്നിലധികം പേർ ഒരാളെ ആക്രമിക്കുക, നിരായുധനെ ആക്രമിക്കുക, പിന്നിൽ നിന്ന് ആക്രമിക്കുക തുടങ്ങി നീച്ച പ്രവൃത്തികൾ കാരണം യുദ്ധം അധർമ്മത്തിൻ്റെ പാത സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കൗരവപക്ഷം അധർമ്മം പ്രവർത്തിക്കുമെന്നറിഞ്ഞിട്ടും കൃഷ്ണൻ തടയാതിരിക്കാൻ കാരണം ദുർബലതയല്ലായിരുന്നു. അത് വലിയ കണക്കുകൂട്ടലുകളുടെയും വിധിവിധാനങ്ങളുടെയും ഭാഗമായിരുന്നു. ഇന്ന് കൗരവർ നടത്തിയ അധർമ്മം നാളെ പാണ്ഡവർക്ക് ആയുധമാകും എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാവും കൃഷ്ണൻ അങ്ങനെയൊരു നീക്കത്തിന് ഉതിർന്നത്. കുരുക്ഷേത്രം എന്ന ചതുരംഗം കളിയിൽ അവസാന വിജയം കൈവരിക്കാൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരു കരുവായിരുന്നു അഭിമന്യു എന്ന് വിശ്വസിക്കപ്പെടുന്നു.